നമസ്കാരം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞങ്ങളുടെ സഹോദരനായ വേടനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ്. വേടൻ്റെ കവിതകൾ, വേടൻ്റെ പാട്ടുകൾ, വേടൻ്റെ പറച്ചിലുകൾ, നീർനിലങ്ങളിൽ അടിമയാര് ഉടമയാര്, നീർനിലങ്ങളായിരം വേലികെട്ടി തിരിച്ചതാര്, ഇത് ചോദിക്കാനുള്ള അധികാരവും സ്വാതന്ത്ര്യവും അവകാശവും ഞങ്ങൾക്കുമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ വേടൻ്റെ ഇത്തരത്തിലുള്ള അക്ഷരശരങ്ങളേറ്റ് മാറ് പിളരുന്നവരോടും ഹൃദയം തകരുന്നവരോടും ചങ്ക് പൊട്ടി ബോധമറ്റ് വീഴുന്നവരോടും ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്, ഈ ഭൂമി കൊടുങ്കാടും മലയും കടലും ജലവുമായി കിടന്നിരുന്ന കാലഘട്ടത്തിൽ കൊടുങ്കാടുകൾ വെട്ടിത്തെളിയിച്ചും മലകൾ നിരപ്പാക്കിയും അവിടെ വാസമുറപ്പിച്ച് അവിടെ വസിച്ചുകൊണ്ട് ഇവിടെ ഈ ഭൂമി മനുഷ്യവാസയോഗ്യമാണെന്ന് തെളിയിച്ചു തന്നത് ഞങ്ങളുടെ പൂർവികരായ ആദിമ നിവാസികളായിരുന്നില്ലേ? അപ്പോൾ ഈ ഭൂമിയിൽ ആദ്യം വസിച്ചവരായ ഞങ്ങൾക്കും ഈ ഭൂമിയിലുള്ള സർവവും ഞങ്ങൾക്കും തുല്യ അവകാശമുള്ളതല്ലേ? അങ്ങനെ ഞങ്ങൾക്ക് തുല്യ അവകാശമുള്ള നീർനിലങ്ങൾ നിങ്ങൾ തിരിച്ച് വേലികെട്ടി നിങ്ങളുടെ മാത്രം സ്വന്തമാക്കി വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ സഹോദരൻ്റെ വരികളിലൂടെ പാടിയും പറഞ്ഞും നിങ്ങളെ ചോദ്യം ചെയ്തപ്പോൾ ശശികല തമ്പുരാട്ടിക്കും കൂട്ടർക്കും ഹൃദയം തകരുന്നു, മനസ്സ് പിടയ്ക്കുന്നു, ചങ്കു പൊട്ടുന്നു, ആകെ അസഹിഷ്ണുത അനുഭവപ്പെടുന്നു. മാത്രവുമല്ല, ശരീരമാസകലം വേദനിക്കുന്നു, മനസ്സും ആകെ വേദനിക്കുന്നു. ആരാണ് ഈ ചോദ്യം ചെയ്യപ്പെടുന്നത്? അതുകൊണ്ട് കാളകൂട വിഷം ആദ്യം ഛർദ്ദിച്ചത് നാഗരാജാവായ വാസുകിയാണ്. വാസുകി കാളകൂടം ഛർദ്ദിക്കാനുണ്ടായ കാരണം എന്താണ്? ഇവരുടെ ദുഷ്പ്രവൃത്തിയും ദുശ്ചിന്തയും കൊണ്ടാണ്. ദേവലോകത്ത് വസിച്ചിരുന്ന ക്ഷത്രിയ ബ്രാഹ്മണ ദേവഗണങ്ങൾക്ക് മരണം സംഭവിക്കാതിരിക്കാൻ, അവർക്ക് മരണം കൈവരിക്കാതിരിക്കാൻ പാലാഴി കടഞ്ഞ് അമൃത് ഭുജിക്കുന്നതിന് വേണ്ടി, അമൃത് സേവിക്കുന്നതിന് വേണ്ടി കടലിലമർന്ന് കിടന്നിരുന്ന മേരുപർവ്വതത്തെ വാസുകിയാൽ ചുറ്റി സവർണരായ ക്ഷത്രിയ ബ്രാഹ്മണ രാജാക്കന്മാരും അസുര രാജാക്കന്മാരും ചേർന്ന് പാലാഴി കടഞ്ഞപ്പോൾ വാസുകിയുടെ ഉടലുരഞ്ഞു. വാസുകിക്ക് വേദന അനുഭവപ്പെട്ടു. വാസുകി ആ വേദന സഹിക്കവയ്യാതായപ്പോൾ കാളകൂടം ഛർദ്ദിച്ചു. ഇപ്പോൾ കാളകൂടം ഛർദ്ദിച്ചു കൊണ്ടിരിക്കുന്നത് വാസുകിയല്ല എന്ന് എന്നെ കേൾക്കുന്നവർക്ക് മനസ്സിലാകും. അപ്പോൾ ഈ പാലാഴി കടഞ്ഞ് ആ വാസുകി കാളകൂടം ഛർദ്ദിച്ചു. അതേപോലെ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കാളകൂടം ഛർദ്ദിച്ചു കൊണ്ടിരിക്കുന്ന ചില കൂട്ടരുണ്ട്. ഇവരുടെ ദുഷ്പ്രവൃത്തിയും ദുശ്ചിന്തയും ദുഷിച്ച വാക്കുകൾ കൊണ്ടുള്ള ചതുരംഗം ഈ ഭൂമിയിൽ ഇവർ വാസമുറപ്പിച്ച കാലം മുതൽക്കേ തുടങ്ങിയതാണ്. ഞങ്ങളുടെ സഹോദരനെ
കഞ്ചാവോളി എന്നാണ് ശശികല പുച്ഛിച്ച് ആക്ഷേപിച്ചത്. ഞങ്ങളുടെ സഹോദരനടങ്ങുന്ന 10 പേരോളം താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 6 ഗ്രാം കഞ്ചാവ് ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ശശികല ആക്രോശിച്ചുകൊണ്ട് അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ സഹോദരനെ ശശികല. ഈ ശശികല വടക്ക് ഹിമാലയത്തിൻ്റെ താഴ്വരകളിലേക്ക് ചെന്നാൽ ഈ കഞ്ചാവോളികൾ ആരാണ്, കഞ്ചാവ് അടിച്ചിട്ട് എന്താണ് അവർ ചെയ്യുന്നത്, അവരാരാണെന്നൊക്കെ ശശികലയ്ക്ക് നേരിൽ ബോധ്യപ്പെടും. അവിടേക്കൊന്ന് പോയാൽ മതി. പിന്നെയാണെങ്കിലോ ഞങ്ങളുടെ സഹോദരൻ്റെ പരിപാടി തുണിയഴിച്ചാട്ടം എന്നാണ് ശശികലയും കൂട്ടരും വിശേഷിപ്പിച്ചത്. ഈ തുണിയഴിച്ചാട്ടവും നടത്തുന്നത് ആരൊക്കെയാണ് എന്ന് നമ്മുടെ കുംഭമേള നടക്കുന്ന പ്രയാഗയിലേക്കും ഹരിദ്വറിലേക്കും ഉജ്ജയിനിലേക്കും നാസിമിലേക്കും ഒന്ന് ചെന്നാൽ തുണിയഴിച്ചാട്ടക്കാരൊക്കെയാണ്, തുണിയഴിച്ചാട്ടക്കാർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ശശികലയ്ക്കും കൂട്ടർക്കും നേരിൽ കണ്ട് ബോധ്യപ്പെടാം. അപ്പോൾ വേടനെന്ന ഞങ്ങളുടെ സഹോദരൻ്റെ പാട്ടും പറച്ചിലും കേൾക്കുമ്പോൾ നോവുകൊണ്ട് പുളഞ്ഞ് പിടഞ്ഞ് കാളകൂടം ഛർദിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന് കിടന്ന് ഘോഷയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന സവർണ മേധാവികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്രമാത്രം. ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല, ആണേൽ ഒരു മയിലുമല്ല. അതുകൊണ്ട് ശശികലയ്ക്ക് എന്തധികാരമാണ് ഇവിടത്തെ പട്ടികജാതി, ദളിത്, ആദിവാസി, ഗോത്ര വർഗക്കാർക്ക് ഇന്ന പരിപാടി അവതരിപ്പിച്ചാൽ മതി എന്ന് പറയാൻ ശശികലയ്ക്ക് എന്താണ് അധികാരം? ശശികലയെ ഞങ്ങളെ ഇത്തരം പരിപാടി അവതരിപ്പിച്ചാൽ മതി എന്ന് ആജ്ഞാപിക്കാൻ ആരാണ് ശശികലയെ അധികാരപ്പെടുത്തിയിരിക്കുന്നത്? ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് ഞങ്ങൾക്ക് മാത്രമായി കലാരൂപങ്ങൾ വേർതിരിച്ച് വെച്ചിരിക്കുന്നത് എന്ന് ശശികല പറയണം. ഇതിന് ശശികല മറുപടി പറയണം. അല്ലെങ്കിൽ തന്നെ ഞങ്ങളോട് ഇന്നത് അവതരിപ്പിച്ചാൽ മതി എന്ന് പറയാൻ ശശികല ആരാണ്? ഈ ശശികല ആരാണ്? ശുദ്ധമാടമ്പിത്തരമല്ലേ ശശികലയുടെ വാക്കുകളിൽ നിന്നും വരുന്നത്? ചാതുർവർണ്ണത്തിൻ്റെ സ്വച്ഛനീയമായ ഭാഷകളല്ലേ ആ നാവിൽ നിന്നും പുറത്തേക്ക് വരുന്നത്? ആയതുകൊണ്ട് വേടൻ എന്തെഴുതണം, എന്തു പാടണം, എന്തു പറയണം, എന്ത് പ്രവർത്തിക്കണം എന്ന് വേടനോട് ചേർന്ന് നിൽക്കുന്ന സമൂഹവും അതിനുള്ള കരുത്തും സ്വാതന്ത്ര്യവും ബുദ്ധിയും വിവേകവും വിദ്യാഭ്യാസവും ആർജിച്ചു കഴിഞ്ഞു എന്ന് ശശികലയെയും കൂട്ടരെയും ഞങ്ങൾ എന്നുമെന്നും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ശശികലയും കൂട്ടരും 1 നൂറ്റാണ്ടിനപ്പുറത്താണ് ഇപ്പോഴും ജീവിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ആദിവാസി, ഗോത്ര, പട്ടികജാതി വിഭാഗങ്ങൾ 21-ാം നൂറ്റാണ്ടിലെ 2025-ലാണ് ജീവിക്കുന്നതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.